സമരം ഇവിടെ അവസാനിക്കുന്നില്ല. സമരം ഇവിടെ അവസാനിക്കുന്നില്ല. ഇൻക്ലാബ് ഇൻക്ലാബ്. കഴിഞ്ഞ 20 വർഷക്കാലമായിട്ട് പള്ളിത്തോട് മേഖലയിൽ നടക്കുന്ന മത്സ്യകൃഷിയുടെ പേരിൽ ജനജീവിതം താറുമാറായിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് നമ്മൾ സമരസമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ സമിതി രൂപീകരിച്ച് ബന്ധപ്പെട്ട അധികാരികൾക്ക് ഒരുപാട് പരാതികൾ കൊടുക്കുകയും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ അലക്സാണ്ടർ സാർ തുറവൂർ കരിനില വികസന ഏജൻസിയുടെ പരിധിയിൽ വരുന്ന ഈ പാടശേഖരങ്ങളുടെ അരികിൽ താമസിക്കുന്നവർക്ക് വേണ്ടി മാത്രം പ്രത്യേക ഒരു ഉത്തരവ് നടപ്പിലാക്കിയിരുന്നു. ആ ഉത്തരവ് നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ അധികാരികൾ നടത്താത്തതിൽ കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ കുഞ്ഞുകുട്ടികളടക്കം ഞങ്ങൾക്ക് ഇവിടെ ഇതുപോലെ ഒത്തുചേരേണ്ടി വന്നത്. ഒരിക്കൽ കൂടി ഞങ്ങൾ പറയുകയാണ്, കൃത്യമായിട്ട് പാടശേഖരങ്ങളിലെ വെള്ളം പമ്പ് ചെയ്ത് പറ്റുകയാണെങ്കിൽ ആ മേഖലയിലുള്ള ജനങ്ങൾക്ക് ആർക്കും യാതൊരുവിധ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ബഹുമാന അധ്യക്ഷൻ, ഈ സമരത്തിന്റെ ഉദ്ഘാടക മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ റെഡ് ഫ്ലാഗിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും വക്കീലുമായിട്ടുള്ള അഡ്വക്കേറ്റ് ടി ബി മിനി, സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് രാജിമോൾ, ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് സുരേന്ദ്രൻ, പ്രിയങ്കരായിട്ടുള്ള ജനകീയ സമരസമിതിയിലെ അംഗങ്ങളെ, ദുരിതബാധിത പ്രദേശത്തെ ജനങ്ങളെ, നിങ്ങൾ ഉന്നയിക്കുന്ന ഈ ന്യായമായ കാര്യം, വർഷങ്ങളായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുരിതം, ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. സ്വാഭാവികമായി ഉണ്ടായിട്ടുള്ള ഒരു ദുരിതമല്ല ഇത്. സർക്കാരിന്റെ പദ്ധതി പ്രകാരം ഒരു നെല്ലും ഒരു മീനും പദ്ധതി എന്ന് പറയുമ്പോൾ അവിടെ 6 മാസം മത്സ്യകൃഷി നടത്തുവാനും 6 മാസം നെൽകൃഷി നടത്തുവാനുമായിട്ടുള്ള ഉത്തരവ് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ പാസ്സാക്കിയിട്ടുള്ള നിയമമാണ്. എന്നാൽ ഈ പ്രദേശത്ത് നെൽകൃഷി എന്ന് പറയുന്ന സംവിധാനമില്ല. ഇപ്പൊ കേരളത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്, നിലവിലുണ്ടായിരുന്ന കൃഷിഭൂമി മുഴുവൻ 80% അത് കൃഷിയില്ലാത്ത തരിശു മേഖലകളാക്കുകയും ഭൂരിഭാഗം പ്രദേശവും കൃഷിഭൂമി നികത്തി മറ്റ് റിയൽ എസ്റ്റേറ്റ് ലോബി കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ സംവിധാനങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് കേരളത്തിലുണ്ടായിരുന്ന കൃഷി രീതി അട്ടിമറിച്ചതിന്റെ, ശാസ്ത്രീയമായ കൃഷി രീതി അട്ടിമറിച്ചതിന്റെ ഭാഗമാണ് ഒരു നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാ പ്രദേശത്തും വെള്ളക്കെട്ട് ആയി മാറുന്ന സാഹചര്യം. കേരളത്തിലെ എല്ലാ പ്രദേശവും വെള്ളക്കെട്ടായി മഴ വരുമ്പോൾ മാറുകയും, എന്നാൽ 12 മാസവും വെള്ളക്കെട്ടായിട്ടുള്ള സ്ഥിതിയാണ് ഇന്ന് പള്ളിത്തോട് ഭാഗത്ത് നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും മുമ്പേ സാബു പറഞ്ഞതുപോലെ, ഉദ്ഘാടക പറഞ്ഞതുപോലെ, സർക്കാരിന്റെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒരു മേലാളന്റെ ഒരു സ്വഭാവം അതിനകത്തുണ്ട്. ഞങ്ങളുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു ജനകീയ സമരസമിതി എന്നുള്ള നിലയിലാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു സമുദായ സംഘടനയുടെ ഒരു സമരം എന്നുള്ള രീതിയിലല്ല പാർട്ടി ഇതിനെ നോക്കിക്കാണുന്നത്. പക്ഷേ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെയും അതിന്റെ ഉത്തരവാദപ്പെട്ട ആൾക്കാരും ഈ സമരത്തോട് ഒരു വേർതിരിവ് കാണിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതാപരമായ കാര്യമാണ്. അതായത് ഏതോ ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ട്, നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലന്തി വല പോലെയാ. ചെറിയ ചെറിയ പ്രാണികൾ ഈ ചിലന്തി വലയിൽ വന്നു കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിച്ച് അത് ചത്തുപോകും. നേരെ മറിച്ച് വലിയ വണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ചിലന്തി വലയും ഭേദിച്ച് അത് അങ്ങോട്ട് പോകും. അതായത് നിയമം എന്ന് പറയുന്നത് സാധാരണക്കാരായ പട്ടിണിപ്പാവങ്ങളായ സാധാരണക്കാർക്ക് മാത്രം പാലിക്കാനുള്ളതാണ്. വലിയ വലിയ പണക്കാരെ സംബന്ധിച്ച്, സ്വാധീനമുള്ളവരെ സംബന്ധിച്ച്, അധികാര സ്വാധീനമുള്ളവരെ സംബന്ധിച്ച് നിയമം ഒരു പ്രശ്നമേയല്ല. ഇവിടെ ഒരു സൈക്കിളില് ലോഡ് കയറിപ്പോയി കഴിഞ്ഞാൽ, അല്ലെ 2 പേര് കയറിപ്പോയി കഴിഞ്ഞാൽ പോലീസുകാർ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ കൈ കാണിച്ച് അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും. അവിടെ ശക്തമായ നിയമങ്ങളായിരിക്കും പറയുന്നത്, വേണേ ഒരു അടിയും കൊടുക്കും. പക്ഷേ ഇവിടെ വലിയ വലിയ പണക്കാര് നിയമലംഘനം നടത്തി കഴിഞ്ഞാൽ നിയമപാലകർ ഒന്നും മിണ്ടില്ല എന്ന് മാത്രമല്ല, അവരുടെ പക്ഷം ചേർന്ന് നിൽക്കും. വളരെ വിരലിലുണ്ടാകുന്ന എല്ലാ നിയമപാലകരും അങ്ങനെയാണെന്ന് നമ്മൾ പറയുന്നില്ല കേട്ടോ.
എല്ലാ നിയമപാലകരും എല്ലാ കോടതിയും അങ്ങനെയാണെന്ന് നമ്മൾ പറയുന്നില്ല. അതിന് വിരുദ്ധമായി നിൽക്കുന്ന നിയമപാലകരുണ്ട്, കോടതിയുണ്ട്. അതുകൊണ്ടാണ് ജനാധിപത്യം അല്പമെങ്കിലും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്, നാം ജീവിച്ചു പോകുന്നത്. പല നിയമങ്ങളും ഇന്ന് അട്ടിമറിക്കപ്പെടുന്നു. സർക്കാരിന്റെ തന്നെ ആൾക്കാർ നിയമവിരുദ്ധമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ഉത്തരവാദപ്പെട്ട കോടതിയും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറും ഉത്തരവിട്ടിട്ട് അത് നടപ്പാക്കാൻ കൂട്ടാക്കാത്തത് എന്നുള്ളത് ഈ സാമൂഹ്യ വ്യവസ്ഥയുടെ ദുഷിച്ചു നാറിയ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് വിശദമായ കാര്യങ്ങൾ, ഈ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ എനിക്ക് മുമ്പ് സംസാരിച്ച മുഴുവൻ നേതാക്കന്മാരും സംസാരിക്കുകയുണ്ടായി. അതുകൊണ്ട് ഇത്തരമൊരു ധർണാ സമരം കൊണ്ട് മാത്രം ഈ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. ഇതിൽ ഈ മുമ്പേ സാബു പറഞ്ഞതുപോലെ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളോടും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരിക്കാം. പക്ഷേ അതിലെല്ലാം മനുഷ്യരാണുള്ളത്. ആ രാഷ്ട്രീയ പാർട്ടികളിൽ ഭരണപക്ഷത്താണെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും അതിലെല്ലാം ഈ രാജ്യത്ത് വോട്ട് ചെയ്യുന്നത് എല്ലാ വിഭാഗം ജനങ്ങളും അതിലുണ്ട്. അവരുടെ എല്ലാവരുടെയും പിന്തുണ ഈ സമരത്തിന് ഉണ്ടാകേണ്ടതുണ്ട്. അവരുടെ കൂടി പിന്തുണ ഈ സമരത്തിന് നേടിയെടുക്കുന്ന രീതിയിൽ ഈ സമരത്തെ കൂടുതൽ ജനകീയമായിട്ട് ഈ വില്ലേജ് ഭരണാധികാരിയുടെ മുമ്പിൽ അതിശക്തമായി സമരം നമുക്ക് തുറക്കേണ്ടതുണ്ട്. അതിനാണ് ഉദ്ഘാടക മുമ്പേ പറഞ്ഞതുപോലെ ഇതിന്റെ വാതിക്കൽ കുടിലുകെട്ടി സമരം ചെയ്യേണ്ടതുണ്ട്. കുടിലുകെട്ടി ശക്തമായി, നമുക്കറിയാം മുമ്പേ LDF കഴിഞ്ഞ ഭരണകാലത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്തില്ലേ? ശക്തമായി സമരം ചെയ്തു. അവസാനം 10,000-കണക്കിന് വരുന്ന മനുഷ്യർ ആ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ചുറ്റും ഉപരോധിച്ചുകൊണ്ട് സമരം ചെയ്തു. സമരം ചെയ്യൽ മാത്രമല്ല, അവിടെ കക്കൂസ് മാലിന്യം വരെ തള്ളേണ്ട സാഹചര്യമുണ്ടായി. അവസാനം സർക്കാരിന് സഹികെട്ടു. അങ്ങനെ സർക്കാരിനെ കൊണ്ട് മുട്ടുമടക്കിക്കാൻ ഇവിടുത്തെ ഭരണാധികാരികളെ നമ്മളുടെ ആവശ്യം എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ട് ആ വെള്ളക്കെട്ട് നീക്കുവാനുള്ള അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നിയമം സംരക്ഷിച്ചുകൊണ്ട് തന്നെ, നിയമത്തിന് വിധേയമായിക്കൊണ്ട് തന്നെ നമുക്ക് സമരം ചെയ്യേണ്ടതുണ്ട്. ആ സമരത്തിലേക്ക് മുഴുവൻ സുഹൃത്തുക്കളും ജനാധിപത്യ വിശ്വാസികളും ഐക്യപ്പെടണം. അതിനുവേണ്ടി മുഴുവൻ സമയവും നാം യത്നിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ജനകീയ സമര സമിതിയുടെ അംഗങ്ങൾക്ക് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ റെഡ് ഫ്ലാഗിന്റെ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ലാൽ സലാം. ഈ വേനൽ മഴ തുടങ്ങിയിട്ട് ഇപ്പൊ ഇത്ര 1.5 മാസമായില്ലേ മഴ തുടങ്ങിയിട്ട്. ഈ 1.5 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഈ വെള്ളം അവിടെ നിൽക്കണം. ഇപ്പോഴും ഇതുവരെക്കും ഇറങ്ങിയിട്ടില്ല. അവര് മോട്ടർ അടിക്കാന്ന് പറഞ്ഞിട്ട് മോട്ടർ അടിക്കാന്ന് അത് നടത്തില്ല. കളക്ടർ പറഞ്ഞിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതും എന്നിട്ടും അവർ സാധിച്ചു തന്നിട്ടില്ല ഞങ്ങളുടെ ഈ കാര്യങ്ങളെല്ലാം. ഇപ്പൊ വെള്ളം നിൽക്കണ വെച്ചാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല, അത് നല്ല വെള്ളമാണ് നിൽക്കണം. ഇത് ഉപ്പുവെള്ളം കയറ്റുകയെന്ന് വെച്ചാൽ അത് നടക്കാവുന്ന കാര്യമേ ഇല്ല. ഉപ്പുവെള്ളം കയറ്റുകയെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട് പോവുകയാണ്. അല്ലെങ്കിൽ സർക്കാർ പറയട്ടെ ഞങ്ങൾക്ക് പുതിയ വീട് തരാമെന്ന് മാസാമാസങ്ങൾ അല്ലെങ്കിൽ വർഷാവർഷങ്ങൾ. ഞങ്ങളുടെ വീടൊക്കെ കിടക്കുന്ന കിടപ്പാണ്, ഇതൊക്കെ കിടക്കണം. ആ വീട് കിടക്കണ അങ്ങേ കിടപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും തോന്നില്ല ഞങ്ങൾ പട്ടികജാതിക്കാരാണ് ഇങ്ങനെ കിടക്കണമെന്ന് തന്നെ നിങ്ങൾക്ക് തോന്നിപ്പോ. അതേപോലെ തന്നെ അതപ്പതിച്ച് ജീവിതമാണ് ഞങ്ങളുടെ ജീവിതം. ഞങ്ങളൊക്കെ അവിടെ കെട്ടി വന്ന ആൾക്കാരാണ്. ഇപ്പോഴും ഞങ്ങളും ഈ തുണിയും പൊക്കി പിടിച്ചിട്ട് ഞങ്ങൾ നീന്തി വരുന്നത്, അതിലെ കൂടി വരുന്നത്. ഇഴജന്തുക്കളുണ്ട്. പട്ടിണി ആ ദുരിതം ഞങ്ങൾക്ക് അതിൽ ഉണ്ട്. അതിനോടൊപ്പത്ര ഈ വെള്ളം ഞങ്ങൾക്കൊന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. വേണ്ടല്ല, ഞങ്ങൾക്കൊന്ന് ഞങ്ങളുടെ പിള്ളേർക്ക് ഓടി ഒന്ന് കളിക്കാൻ കൂടി പറ്റിയല്ല. ആ അവസ്ഥയാണ് ഞങ്ങൾ. ഇപ്പൊ ഞങ്ങളുടെ പിള്ളേരുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇതിന് നടക്കുന്നത്. ഇത് എവിടം വരെ പോകും, ചിലപ്പോൾ മരണം സംഭവിക്കാം. എന്നാലും ഞങ്ങൾ ഇത് മുന്നോട്ട് തന്നെ കൊണ്ടുകൊണ്ട് പോകും. ഇപ്പൊ മറ്റാൾക്ക് പരിഹാരം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വെള്ളം മോട്ടർ അടിച്ച് തന്നെ ഞങ്ങൾക്ക് കളയണം. അല്ലാതെ മട പൊട്ടിക്കാനും സമ്മതിക്കുകയില്ല. മട പൊട്ടിക്കാന്ന് വെച്ചാൽ പിന്നെ ഞങ്ങള് മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്തു, അത്രേ ചെയ്യുള്ളൂ. വേറെ ഒന്നും ചെയ്തൊന്നുമില്ല. ഏത് കൊലകുമ്പം വന്നെന്ന് പറഞ്ഞാലും ഇനി അങ്ങനെ ചെയ്തുള്ളൂ. കാരണം എന്നറിയാവാ, മട പൊട്ടിച്ച് കയറ്റി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉപ്പുവെള്ളം കയറി കഴിഞ്ഞാൽ ഞങ്ങൾ എന്തിനാ ഇപ്പൊ നിൽക്കുന്ന നല്ല വെള്ളം ഇപ്പൊ എത്ര മാസം നിൽക്കണം? 1.5 മാസം ആ വെള്ളം നിൽക്കാൻ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ തൊട്ട്. ഈ 1.5 മാസം ഉപ്പുവെള്ളമാണ് കിടക്കണേ. എന്താണ് അവസ്ഥ ആലോചിച്ചിട്ടുണ്ട് നിങ്ങൾ? ഇല്ല, ആരും ഓർക്കത്തില്ല. നേരം ഒന്നും പാവപ്പെട്ടന്റെ കാര്യം പാവപ്പെട്ടവൻ തന്നെ വിചാരിക്കണം പറയണമെങ്കിൽ. പിന്നെ ഇപ്പൊ കേസ് വന്നത് കൊണ്ടാണ് ആ വെള്ളം അടിക്കാനുള്ള ഒരു അനുമതി വന്നിരിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ കുറഞ്ഞിട്ട് ഇച്ചിരി കുറഞ്ഞിട്ടുള്ളൂ. ഇനിയും ഒത്തിരി പോകാൻ വെള്ളം കിടപ്പുണ്ട് അവിടെ. ഇത് മുട്ട് പൊട്ടിക്കാനായിട്ട് ഒരുപാട് പേര് നടപ്പുണ്ട്. നടക്കേല, അടിച്ച് സേവിക്കുറ്റി കലക്കും. അത് തീർച്ചയായ കാര്യമാണ്.